ഹലോ ഗൈസ്, നാട്ടിൽ നിന്ന് നേരെ ഞാൻ ബാംഗ്ലൂരിട്ട് പോയ കഥ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പതിവ് പോലെ ഫുഡടി ഞാൻ മറക്കത്തേയില്ല. വന്നിറങ്ങിയ ഉടനെ തന്നെ ഞാൻ ഒരു മലയാളി കട കണ്ടെത്തി ഒരു പുട്ട് കയറ്റി. പുട്ടും മുട്ടക്കറിയും. അത് നമ്മുടെ അന്തസ് തന്നെയാണ്. ചേട്ടൻ പിന്നെ ഒരു വീശപ്പ് അടിച്ച് കയറ്റി കേട്ടോ. പിന്നെ വീട്ടിലെത്തിക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നമ്മൾ നേരെ ഒരു മർജി ഫ്രീ മാർക്കറ്റിൽ വെച്ച് പിടിച്ചു. അത്യാവശ്യ സാധനങ്ങൾ അവിടുന്ന് പൊക്കി. പിന്നെ ഇവിടെ കുറേ ഓഫറും കാര്യങ്ങളും പൊക്കിയുണ്ടായിരുന്നു. ഉച്ച ആയപ്പോഴത്തേക്ക് ഞാനിതാ ഈ ഒരു ഐറ്റമാണ് കഴിച്ചത്. ഇതിൻ്റെ പേര് വന്നിട്ട് പുലാവും പിന്നെ വടയും പിന്നെ നമ്മുടെ ഈ പുതിന ചട്നി ഇല്ലേ, അതാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ചേട്ടന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചിലവർക്ക് മസാല ഇഷ്ടപ്പെടും, ചിലവർക്ക് മസാല ഇഷ്ടപ്പെടത്തില്ല. പിന്നെ കണ്ടോ ഗൈസ്, ഇവിടെ നിറയെ ഡ്രസ്സിൻ്റെ വില കുറവുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഡ്രസ്സിൻ്റെ വില കുറവ്. അതായത് 150 രൂപയ്ക്കും 100 രൂപയ്ക്കും കുറേ ഡ്രസ്സ് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു കടയിൽ കയറി ഒരു റെന്റൽ എഗ്രിമെന്റ് എടുക്കണം കേട്ടോ. നമ്മുടെ നാട് പോലെയൊന്നും അല്ല ഇവിടെയൊക്കെ. ഇവിടേക്ക് എല്ലാത്തിനും റെന്റൽ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വേണം. ഇതാണ് റെന്റൽ എഗ്രിമെന്റ്. പിന്നെ ഞാൻ കുറേ നേരം ബാംഗ്ലൂർ കുറച്ച് നേരം തെണ്ടിത്തിരിഞ്ഞ് കാണാനായിട്ട് ഇറങ്ങിയിട്ടാ. ഉള്ള എല്ലാം എന്തൊക്കെ കാണുന്നു എല്ലാ കടയും നോക്കി പറക്കി വയ്ക്കാലോ. ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം വരുന്തോറും കഴിക്കാനൊക്കെ ഇറങ്ങി വരാമല്ലോ. ഞാനും ചേട്ടനും അങ്ങനെ കുറേ നേരം നടന്ന് പോയിട്ടാ. ഇടയ്ക്കാണ് നമ്മളൊരു സംഭവം കണ്ടെത്തിയത്. വേറെ ഒന്നുമില്ല, ഒരു പച്ചക്കറി കട. നേരെ പച്ചക്കറി കടയിലോട്ട് ഞാൻ വച്ച് പിടിച്ചു കേട്ടോ. അവിടെ ചെന്നിട്ട് എന്ത് പറയാൻ, അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ പച്ചക്കറി കട. നേരെ ചെന്ന് ഡിസ്കൗണ്ടിനുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ച് പിറകെ നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ ഒന്നും പറയണ്ട, നേരെ ബേക്കറിയിൽ വെച്ച് പിടിച്ചു. ഇത്രയും നേരത്തെ ക്ഷീണം നമുക്ക് ചെയ്ത് തീർക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ ചെന്നൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. ചേട്ടൻ ചായ ഓർഡർ ചെയ്തു. ഒരു പപ്സ്. ഇതാണ് നമ്മുടെ ഇന്ധനം. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് ഇഷ്ടമെന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ചെന്നുടനെ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് ഷോപ്പ്. ഇനിയൊരു കാര്യം പറയാം, എവിടെ പോയാലും മലയാളിയാണ്. ഇതൊരു മലയാളിയുടെ സ്വന്തം ഷോപ്പ് തന്നെയാണ് കേട്ടോ. ദേ കാണുന്നു പപ്സ്, നമ്മുടെ വികാരം. പിന്നെ അവിടുന്ന് വച്ച് പിടിച്ചു. ചുമ്മാ നടക്കാൻ വേറെ പരിപാടിയില്ലല്ലോ. തെണ്ടിത്തിരിയുക എന്നത് ഒരു ലക്ഷ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുറേ നടന്നെത്തിയപ്പോൾ ഈ ലേക്ക് കാണാൻ പറ്റി. എന്ത് രസമല്ലേ ഈ ലേക്ക് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ലേക്ക് ഇഷ്ടമാണോ? സംഭവം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ചീനനാറിയ മണം വന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ലേക്ക് എന്ന് പറയുമെങ്കിലും അവിടെ ഈ കാണുന്ന ഫ്ലാറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ള ഡ്രെയിനേജ് വെള്ളമായിരുന്നു ആ കണ്ടത്. ഈ കാണുന്നത് കണ്ടോ, ഡ്രൈവർമാർക്ക് വേണമെങ്കിൽ ഈ നമ്പറിലോട്ട് കണക്ട് ചെയ്ത് ബാംഗ്ലൂരോട്ട് വരാം. ഇത് ഇങ്ങനെയാണ് ഇവിടുത്തെ ടെമ്പിളൊക്കെ. ഇവിടുത്തെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ടേലും ഇട്ട് എല്ലാം ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. തൊട്ടടുത്തിന് നോൺ വെജ് കടയും ഉണ്ട്. എന്താ അല്ലേ. ദേ കാണുന്നു ഗ്യാസ്. നമ്മുടെ HP ഗ്യാസുകാരും ഭാരത് ഗ്യാസ് ഒന്നും കാണണ്ട ഇതൊന്നും. ഇവിടെ പ്രൈവറ്റായിട്ട് ചുമ്മാ കിട്ടും. ക്ഷീണം മാറ്റാനായിട്ട് ഞാൻ നേരെ ഐസ്ക്രീം കഴിക്കാൻ കയറി. ചേട്ടനൊരു ചായയും. ഞാൻ ഇതിലങ്ങ് ഒതുക്കിയെന്നേ, എനിക്ക് വേറെ വഴിയില്ല, എന്നെ അങ്ങ് ഒതുക്കി. ഐസ്ക്രീം കഴിച്ച് കഴിയാനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് നമുക്ക് പിന്നെ നടന്ന് വീട്ടിലോട്ട് എത്താമെന്ന് വിചാരിച്ചത്. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും റോഡും പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങ് നടക്കുക, അതേ ഉള്ളൂ. വീടിനടുത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോയിട്ടോ. കാരണം ഒരു ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. പിന്നെ ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.